സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഓൺട്രപ്രീനർഷിപ്പിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ ഓൺട്രപ്രീനേഴ്സ് ഏതെല്ലാം ടൈപ്സ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. പല ബേസ്ഡ് ഓൺ ദി ഓപ്പറേഷൻസ്, അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ എന്താണ് ദ ടൈപ്സ് ഓഫ് ഓൺട്രപ്രീനേഴ്സ് എന്ന് ഡിസ്കസ് ചെയ്തു. സോ നൗ വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ആർ ദ ഓൺട്രപ്രീനിയൽ ട്രേറ്റ്സ്. ഓൺട്രപ്രീനിയറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രീനർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പേഴ്സണ് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം, എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കണം അങ്ങനെ ഒരാൾക്ക് ഉണ്ടാവണ്ടേ. സോ ദ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അയാളുടെ അണ്ടർലൈങ് അപ്പിയറൻസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പേഴ്സൺ വിച്ച് ലീഡ്സ് ടു ദ എഫക്റ്റീവ് ഓർ സുപ്പീരിയർ പെർഫോമൻസ് ഇൻ എ ജോബ്. ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് അതിനെയാണ് നമ്മൾ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയും ഒരു മാനേജർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, റിസ്ക് എടുക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാവണം, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആവില്ല, ഏതിനൊരു സൊല്യൂഷൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം, നെഗോസിയേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു മാനേജർ ഉണ്ടാവേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സാണ്. അതിനെ തന്നെയാണ് നമ്മൾ ട്രേറ്റ്സ് എന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ട്രേറ്റ് ഈസ് സംതിങ് ഓർ ദ അണ്ടർലൈങ് ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ വിച്ച് വിൽ ലീഡ് ടു ദ എഫക്റ്റീവ് ആൻഡ് സുപ്പീരിയർ പെർഫോമൻസ് ഇൻ എ ജോബ്. സോ ഫോർ ദ complete or successful completion of a job, the organizer should possess certain special qualities. നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ക്വാളിറ്റീസ് അല്ലാതെ കുറച്ച് സ്പെഷ്യൽ ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. അതാണ് ദീസ് ട്രേറ്റ്സ്. സോ ദ ഫസ്റ്റ് ട്രേറ്റ് ദാറ്റ് ഷുഡ് ബി ഫോർ എ ഓൺട്രപ്രീനർ ഇസ് നോളജ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം നോളജ് ഇൻ ദ ടേംസ് ക്വാളിഫിക്കേഷൻ അല്ല, ഇപ്പം ഒരു മാനേജർ ആകാൻ MBA വേണം അല്ലെങ്കിൽ BBA വേണം അങ്ങനെയൊന്നുമല്ല. പക്ഷേ നോളജ് ഉണ്ടായിരിക്കണം, ഒരു ഓവറോൾ നോളജ് ഉണ്ടായിരിക്കണം. എന്താണ് ഒരു ഓർഗനൈസേഷൻ, അവിടെ എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളൊരു ബേസിക് നോളജ് ഒരു ഓൺട്രപ്രീനർ ഉണ്ടായിരിക്കണം. സോ നോളജ് ഹിയർ മീൻസ് ദ കളക്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ഇൻ വൺസ് മൈൻഡ്. സോ ഇറ്റ് ഈസ് നെസസറി ടു പെർഫോം എ ടാസ്ക് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. ഇപ്പോൾ അത് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ വി കാൺ ഡു സച്ച് ആൻ ഓപ്പറേഷൻ അല്ലേ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കൺസെപ്റ്റ് ഒരു ഓൺട്രപ്രീനേഴ്സ് ഇപ്പോഴത്തെ കാലത്ത് ഓൺട്രപ്രീനേഴ്സ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു മീഡിയയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ടേം പറയും. സോ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ കൂടെ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ബേസിക് നോളജ് നമുക്ക് ആവശ്യമുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ നോളജിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതെങ്ങനെ ചെയ്യും എന്നുള്ള ബേസിക് നോളജ് അറിയാൻ. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഓൺട്രപ്രീനേഴ്സ് ചെയ്യുന്നത് എന്തായിരിക്കും, അവർ അതേപോലുള്ള ഓപ്പറേഷൻസ് പഠിക്കും. ഇൻ ദ ടേംസ് ഡിപ്ലോമ ഉണ്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. അങ്ങനെ ഓരോ കോഴ്സുകൾ ചെയ്തിട്ട് അവർ അത് പഠിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻസിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ അവരുടെ ഓൺട്രപ്രീനർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ട്രേറ്റ് ദാറ്റ് ഷുഡ് ബി റിക്വയർഡ് ഫോർ എ ഓൺട്രപ്രീനർ. A person with knowledge can describe things to others, but mere description will not enable the listener to perform a ജോബ്. ഇപ്പോൾ വേറൊരാൾക്ക് നമ്മളുടെ സുപ്പീരിയറിന് അതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടെങ്കിൽ ഹി മേ ഡയറക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇഫ് ദാറ്റ് പേഴ്സൺ ഡസൻ ഹാവ് എനി അതർ നോളജ് അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വിവരമില്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെർഫോം ചെയ്യാം, പക്ഷേ അത് എഫക്റ്റീവായിട്ടാവണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് ഒരു ഓൺട്രപ്രീനറിന് എന്തായാലും കുറച്ച് നോളജ് അവരുടെ ഏരിയനെ പറ്റി ഉണ്ടാവണമെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വൺ ക്യാൻ അക്വയർ നോളജ് ഇൻ ഫുട്ബോൾ ബൈ റീഡിംഗ് ബുക്സ് ബട്ട് regarding the rules of the football or by any other means, but it does not mean that he will be a good football player. ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് അല്ലേ ഫുട്ബോൾ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള തിയറിറ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടാവാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗെയിമിൻ്റെ റൂൾസ് എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണ്, എത്ര പേരാണ് കളിക്കുന്നത്, എങ്ങനെയാണ് കിക്സ്, പല ടൈപ്സ് കിക്സ് പഠിക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. പക്ഷേ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ അറിയില്ലെങ്കിൽ വി വോണ്ട് ബിക്കം എ ഗുഡ് ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഓൺട്രപ്രീനറിനായിട്ടുള്ള സ്കിൽസ് എല്ലാം നമ്മൾ ചിലപ്പോൾ നോളജ് ഗെയിൻ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രം ഗുണമില്ല എന്നതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. വി ബോത്ത് റിക്വയർസ് ദിസ് technical as well as, that is the practical as well as the theoretical knowledge about the situation. എന്നാൽ മാത്രമേ നമുക്കൊരു ഓൺട്രപ്രീനർ ആവാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് എ ഫസ്റ്റ് ട്രേറ്റ്. സെക്കൻഡ് വൺ ഇസ് ദ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് ദ എബിലിറ്റി ടു പ്രാക്ടീസ് നോളജ്. നമുക്കുള്ള നോളജിനെ അത് പ്രാക്ടിക്കലാക്കാൻ. ഇപ്പോൾ ഫുട്ബോൾ എന്ന ഗെയിമിനെ പറ്റിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പോൾ നമ്മളത് പ്രാക്ടിക്കലാക്കിയാൽ മാത്രമേ അതിനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഏരിയയിൽ ഒരു ഫുട്ബോൾ ഗെയിമിൽ നമ്മൾ നല്ല പ്ലെയർ ആവണമെങ്കിൽ വി ഷുഡ് പ്രാക്ടീസ് ഇറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ദ സ്കിൽ.
So it is the ability to practice the knowledge. As in the above example, knowledge regarding the football can be acquired by reading, talking, etc. But the skill to play football can be acquired only through the practice. Game കളിച്ച് മാത്രമേ നമുക്ക് പല തവണ കളിച്ച് മാത്രമേ നമുക്ക് അതിനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി ഒരു നോളജ് വേണം. എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ആക്ടിവിറ്റി അതിനെപ്പറ്റിയിട്ടുള്ള ബേസിക് നോളജ് വേണം. പിന്നെ നമുക്ക് അതിനുള്ള സ്കിൽസ് വേണം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഓൺട്രപ്രനർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ വാട്ട് ഈസ് മെൻ ബൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്നറിയണം. പിന്നെ നമ്മൾ ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമായിരിക്കും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് ഓൺട്രപ്രനർ ക്യാരക്ടറാണ് മോട്ടീവ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ വളരെ തീവ്രമായ ആഗ്രഹത്തിനെ നമുക്ക് മോട്ടീവ്സ് എന്ന് പറയാം. സോ ഇറ്റ് ഇസ് എൻ ഏർജ് ടു അച്ചീവ് ദ ഗോൾസ്. നമുക്ക് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ തിയറിറ്റിക്കൽ നോളജിനെ ഒരു പ്രാക്ടിക്കലാക്കി അത് ഒരു ശരിക്കും അത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഏർജ് വേണം, അല്ലെങ്കിൽ ഒരു മോട്ടീവ്, കഠിനമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പഠിക്കുകയുള്ളൂ. അതിനെയാണ് ഇവിടെ മോട്ടീവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എൻ ഏർജ് ടു അച്ചീവ് ദ goals. This achievement motivation directs a person to perform his duties in a better manner. Thus, in order to perform any task effectively and successfully, a person needs to have a set of knowledge, skill and motive which can be together named as traits. അപ്പം നമുക്ക് വേണ്ട നോളജിനെ, സ്കില്ലിനെ, മോട്ടീവ്സിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് ട്രേറ്റ്സ് എന്ന് പറയാം എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ട്രേറ്റ്സ്, ഓൺട്രപ്രീനേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്താണ്, ഓർ വാട്ട് ആർ ദ ട്രേറ്റ്സ് ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ എൻ ഓൺട്രപ്രീനർ എന്ന് ചോദിച്ചാൽ വി ക്യാൻ മെൻഷൻ ദ 3 points: the knowledge, then the skill and the motive. These are the 3 qualities that should be required for a entrepreneur. So ഇതാണ് ട്രേറ്റ്സ്, ഓൺട്രപ്രീനറിൻ്റെ ട്രേറ്റ്സ്. മനസ്സിലായി? എല്ലാം ഒരാൾക്ക് ഒരു ഓൺട്രപ്രീനർ ആവണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള ബേസിക് നോളജ് വേണം, അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം, ആ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഏർജും ഉണ്ടായിരിക്കണം. സോ ദീസ് ആർ ദ 3 things. നെക്സ്റ്റ് വൺ ഇസ് ദ മേജർ ഓൺട്രപ്രീനർ ട്രേറ്റ്സ്. ഇതെല്ലാം ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഓൺട്രപ്രീനർ ട്രേറ്റ്സ്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിറ്റീസും സച്ച് an ഓൺട്രപ്രീനർ ആവശ്യമുണ്ട്. വാട്ട് ആർ ദേ? ദ ഫസ്റ്റ് വൺ ഇസ് മെൻ്റൽ അബിലിറ്റി. മെൻ്റൽ അബിലിറ്റി കൺസിസ്റ്റ് ഓഫ് ദ ഇൻ്റലിജൻസ് ആൻഡ് ദ ക്രിയേറ്റീവ് തിങ്കിങ്. നമുക്ക് IQ ലെവൽ എന്ന് പറയും അല്ലേ, IQ ലെവലിനെയാണ് ഇവിടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. അതേപോലെ ക്രിയേറ്റീവ് തിങ്കിങ്. ഒരു മാനേജറാണ്, ഒരു ഓൺട്രപ്രീനർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അറിയേണ്ടത്, പല രീതിയിലുള്ള ക്രിയേറ്റീവ് സ്കിൽസ് ആവശ്യമുണ്ട്. ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യും, അതിനെങ്ങനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നത് ഒരു മാനേജർ, ഒരു ഓൺട്രപ്രീനറിന് അറിയേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. മെൻ്റൽ അബിലിറ്റി ഉണ്ടായിരിക്കണം. എ മാനേജർ ഓർ എ ഓൺട്രപ്രീനർ ഷുഡ് ഹാവ് ദ മെൻ്റൽ അബിലിറ്റി ലൈക്ക് ദ ഇൻ്റലിജൻസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. only then he can analyze the problems and find the solutions. അപ്പം എന്താണ് ഇനി വരാൻ പോകുന്നത്, ഈ സിറ്റുവേഷൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ ബിസിനസ്സിൽ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഹി ഷുഡ് ഹാവ് ദ മെൻ്റൽ അബിലിറ്റി ലൈക്ക് ദ ഇൻ്റലിജൻസ് ക്വഷ്യൻ ആൻഡ് ഓൾസോ ദ ക്രിട്ടിക്കൽ തിങ്കിങ് അബിലിറ്റി. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ട്രേറ്റ്. അപ്പം നമ്മളെ 3 ട്രേറ്റ്സ് അല്ലാതെ, നോളജ്, സ്കിൽസ് ആൻഡ് മോട്ടീവ്സ് അല്ലാതെയുള്ള നെക്സ്റ്റ് ട്രേറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെൻ്റൽ എബിലിറ്റി. സെക്കൻഡ് വൺ ഇസ് ദ ക്ലിയർ ഒബ്ജക്റ്റീവ്. ഇനി നമുക്ക് ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. വാട്ട് ഇസ് മെന്റ് ബൈ ക്ലിയർ ഒബ്ജക്റ്റീവ്? ഒരു ഓൺട്രപ്രീനറിന് എന്താണ് അയാളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്നതിനെ പറ്റിയിട്ടൊരു മിഷൻ അല്ലെങ്കിൽ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അതിനെ തന്നെയാണ് ഒരു വിഷൻ പറയുന്നത് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് മെൻഷൻഡ് ആയിരിക്കുന്നത്. So, an entrepreneur should have clear objectives as to the nature and scope of his business. He should have clear ideas regarding the nature of the product, the demand for the product, competition in the market, ancillary industry to be conducted, along with the main project, his estimated turnover, etc. അപ്പം ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഇൻ ദ ടേംസ്, ആ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണം, അതിൻ്റെ ഡിസൈൻ എന്താണെന്ന് അറിയണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് അറിയണം, നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് അറിയണം, അവർക്ക് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് അറിയണം, മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ടേൺ ഓവർ കിട്ടും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടൊരു ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിന്. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ഒബ്ജക്റ്റീവ്സിനെ പറ്റി ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം ഓൺട്രപ്രീനറിന്. ഓക്കെ, സോ ഫസ്റ്റ് ഹി ഷുഡ് ഹാവ് എ മെൻ്റൽ അബിലിറ്റി. സെക്കൻഡ്, ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. തേർഡ് വൺ ഇസ് ഗാർഡിങ് ഓഫ് ബിസിനസ് സീക്രറ്റ്സ്. അതേപോലെ തന്നെ അയാളുടെ ബിസിനസ് ആക്ടിവിറ്റി വേറുള്ളവരോട് ഓപ്പൺ ആവരുത്. വാട്ട് ഈസ് ഹിസ് ബിസിനസ് ഷുഡ് ബി സീക്രറ്റ്. ബിസിനസ് സീക്രട്ട് ആവുമെന്നല്ല,
നമ്മുടെ ബിസിനസ്സിൽ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പല കാര്യങ്ങളും നമ്മളുടെ മാത്രമാണ്, അത് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പാടില്ല, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം. അതാണ് തേർഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗാർഡിങ് ഓഫ് ബിസിനസ് സീക്രറ്റ്സ്. സോ an entrepreneur should be able to guard his business secrets. The leakage of the business secret to his rivals will affect his business adversely. So he must be very careful in the selection of his subordinate. അപ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സ് ആരാണ്? നമുക്ക് ഒറ്റയ്ക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ആസ് ആൻ ഓൺടർപ്രണർ we may require many managers, then supervisors and also workers. So നമ്മളുടെ വർക്കേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ നമ്മളുടെ സബോർഡിനേറ്റ്സ് ആയിരിക്കുന്നവരും നമ്മളെപ്പോലെ തന്നെ സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ സെലക്ഷൻ നമ്മൾ കീനായി ചെയ്യേണ്ടതാണ്. So that is the guarding of business secrets. Next quality or the major trait to be required by a manager is, or the entrepreneur is, the capacity to interact with people. ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഫിനാൻഷ്യൽസിനെ ആവശ്യമുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓൺട്രപ്രീനർ ആകുമ്പോൾ സിംഗിൾ പേഴ്സൺ ആണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റൺ എ ബിസിനസ് അലോൺ. സോ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ടാവും, അതുപോലെ പല ആൾക്കാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടി വരും. കസ്റ്റമേഴ്സായിട്ട് ചിലപ്പോൾ മിങ്കിൾ ചെയ്യേണ്ടി വരും, മാർക്കറ്റേഴ്സ്, അഡ്വർടൈസിങ് കമ്പനീസായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള മിംഗ്ലിങ്ങിനും അതുപോലെ അവരുമായിട്ടുള്ള കോപ്പറേഷനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർക്ക്, ഇൻട്രോവേർട്ട് മീൻസ് ഹൂ ജസ്റ്റ് വോൺസ് ഹിസ് പ്രസൻസ്, വേറെ ഒരാളുടെ പ്രസൻസ് ഇഷ്ടപ്പെടാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരിക്കലും ആവരുത് ഒരു ഓൺട്രപ്രണർ. ഹി ഷുഡ് ബി വെരി സോഷ്യൽ. അതാണ് നാലാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദ കപ്പാസിറ്റി ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ. ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കപ്പാസിറ്റി വേണം. ദെൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് റിക്വയർഡ് ബൈ an entrepreneur has to interact with many people like the suppliers, employees, customers, government officials, etc. പല ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യണം. അപ്പം നമ്മൾ ടാക്റ്റിക്കലായിട്ട് വേണം ഒരു ഓൺട്രപ്രണർ ബിഹേവ് ചെയ്യേണ്ടത്. He must also maintain the good relation with the employees to motivate them and to attain high levels of efficiency. അതേപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസുമായിട്ട് മീറ്റ് ചെയ്യാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവർക്ക് പറ്റണം, അല്ലേ? ജസ്റ്റ് ഒരു ഓൺട്രപ്രണർ ആണ്, ബിസിനസ്സിൻ്റെ ഹെഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹീ ഷുഡ് ഹാവ് the capacity to motivate his employees. അയാളുടെ എംപ്ലോയീസ് ആരെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു മൈൻഡും such an entrepreneur should have. That is about the capacity to interact with people. Next one is the effective communication. അതേപോലെ വേണ്ട ഒരു ക്യാരക്ടറാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലതാണ് വേണ്ടത്. such an entrepreneur should have a good communication skill. good communication skill ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അത് ബാക്കിയുള്ളവരിലേക്ക് അറിയിക്കുന്ന വേറെ രീതിയിലും ആയിരിക്കും. അപ്പം നമ്മുടെ മെസ്സേജസ് ആണെങ്കിലും എന്ത് നോട്ടീസ് ആണെങ്കിലും എന്ത് കാര്യമാണ് ബിസിനസ്സിലെങ്കിലും ആ കാര്യം നമ്മുടെ എംപ്ലോയീസിലേക്ക് അറിയിക്കാനോ കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കാനുണ്ടെങ്കിൽ ഇഫ് വി ഡോണ്ട് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് വേസ്റ്റ്, അല്ലേ? എന്ത് നല്ല കാര്യമാണ്, എന്ത് ബെസ്റ്റ് ഡിസിഷൻ ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് എ വേസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻസ് ഫുൾ വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടായിരിക്കണം. ആൻഡ് entrepreneur should have a good communication skill. The next one is the ability to mobilize the resources. മൊബിലൈസ് റിസോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമ്മുടെ റിസോഴ്സസ് എപ്പോഴും ഒരു ഓൺട്രപ്രണർ എന്ന ആളെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് ഫിനാൻസേ ഉണ്ടാവുള്ളൂ, അയാൾക്ക് വലിയ കൂടുതൽ ഫിനാൻസ് കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. അതേപോലെ ഈ ഫിനാൻസ് കുറവായതുകൊണ്ട് അയാൾക്ക് റിസോഴ്സസ് കളക്ട് ചെയ്യാൻ പറ്റും, റോ മെറ്റീരിയൽസും അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് കളക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. സോ ഹി വോണ്ട് ടു യൂസ് ദ മിനിമം റിസോഴ്സസ് ടു ദ മാക്സിമം വേ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും നമുക്ക് നമ്മുടെ ഉള്ള റിസോഴ്സ്. അപ്പം ഏത് റിസോഴ്സിനെ എവിടെ അലോട്ട് ചെയ്യണം അതിനെയാണ് നമ്മൾ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു HR എന്ന് പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സാണ്, അതും ഒരു റിസോഴ്സാണ്, അല്ലേ? ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിന് തന്നെ ഏത് ഏരിയയിൽ ഇത്ര ആൾക്കാർ വേണം, എന്ത് ഓപ്പറേഷൻ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരെ അലോട്ട് ചെയ്യേണ്ടത്, അതും ഒരു മെയിൻ ഘടകമാണ് ഇൻ കേസ് ഓഫ് എ ബിസിനസ് ഓർ ഇൻ കേസ് ഓഫ് എ ഓൺട്രപ്രണർഷിപ്പ്. അതാണ് ഇവിടെ എബിലിറ്റി ടു മൊബിലൈസ് റിസോഴ്സസിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ടെക്നിക്കൽ നോളജ്. അതേപോലെ വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ട്രേറ്റ് ആണ് നമ്മൾ നോളജ് എന്ന് പറഞ്ഞു മേജർ ട്രേറ്റ്സിൽ. അതേപോലെ ടെക്നിക്കൽ നോളജ് വേണം. ടെക്നിക്കൽ നോളജ് ഇൻ ദ ടേംസ് എന്തായിരിക്കും? ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു ബിസിനസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഒട്ടും കമ്പ്യൂട്ടറിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എങ്കിൽ
വി കാൻ ഡു ദാറ്റ് ബിസിനസ് അല്ലേ. കമ്പ്യൂട്ടറിനെ പറ്റി ഒരു തുള്ളി പോലും നമുക്ക് ഒരു ഐഡിയ ഇല്ല. സോ വി ഷുഡ് ഹാവ് എ ടെക്നിക്കൽ സ്കിൽ ഇൻ ദാറ്റ് ഫീൽഡ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ആക്ടിവിറ്റി എങ്കിൽ വി ഷുഡ് ഹാവ് എ നോളജ് ഇൻ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ടെക്നിക്കൽ നോളജ്. ദാറ്റ് ഈസ് ആൻ ഓൺടർപ്രൂണർ ഷുഡ് ഹാവ് എ റീസണബിൾ ലെവൽ ഓഫ് നോളജ് റിഗാർഡിംഗ് ദ ടെക്നോളജി അഡോപ്റ്റഡ് ബൈ ഹിം. ഹി മസ്റ്റ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ എന്തൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ആദ്യം പണ്ട് സ്റ്റാർട്ടിങ്ങിനുണ്ടായിരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒന്നും അല്ല ഇപ്പോഴത്തെ യൂണിറ്റിൽ ഓരോ ബിസിനസ് യൂണിറ്റുകാരും ചെയ്യുന്നത്. ഇറ്റ് ഡിഫേഴ്സ്, അല്ലെങ്കിൽ അതിന് ഇംപ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ടെക്നിക്കൽ നോളജ് എന്ന ടേംസിൽ പറഞ്ഞിരിക്കുന്നത്. And an entrepreneur should make changes in his products according to the taste and preference of his customers. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ച് അതിനുള്ള മാറ്റങ്ങളും നമ്മൾ കൊണ്ടുവരാൻ റെഡി ആയിരിക്കണം. If we are an entrepreneur, we should make the changes in the product രീതികൾ based on the interest of the customers. Next one is ദ റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി. അതേപോലെ ഒരു ഓൺടർപ്രൂണറിന് ആവശ്യമുള്ള ഒരു ബെസ്റ്റ് ആൻഡ് മെയിൻ തിങ് ആണ് റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി. നമുക്ക് എത്രത്തോളം റിസ്കി സിറ്റുവേഷൻ വന്നാലും അതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് ദ റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി. റിസ്ക് ഈസ് എ ഇൻഹെറിൻറ്റ് ഇൻ എവറി ബിസിനസ്. എല്ലാ ബിസിനസ് ആക്ടിവിറ്റിയിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് റിസ്കി സിറ്റുവേഷൻസ്. അപ്പോൾ ആ റിസ്ക് ആണെങ്കിലും നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നതാണ്. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നൊരു ബിസിനസ് ആണെങ്കിൽ ഇഫ് ദർ ഇൻവോൾവ് നോ റിസ്ക് ദർ വിൽ ബി നോ പ്രോഫിറ്റ്. വെൻ ദർ ഇസ് റിസ്ക് ദർ ഇസ് പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റിലാണ് ഓരോ ബിസിനസ്സും ഓരോ ഓൺടർപ്രൂണർഷിപ്പും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹയർ റിസ്ക് ലീഡ് ടു ഹയർ പ്രോഫിറ്റ് ആൻഡ് ലോവർ റിസ്ക് ടു lower profit. So always the entrepreneur should possess some caliber to accept the risk involved in his business. The risk bearing capacity ഉണ്ടായിരിക്കണം. That is a simple one. നെക്സ്റ്റ് വൺ ഇസ് ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി. അതേപോലെ വേറെ നമുക്ക് വേണ്ട ഒരു ഫംഗ്ഷൻ, നമ്മൾക്കറിയാം ഒരു മാനേജ്മെൻറ്റിലെ ഫങ്ഷൻസ് ആണ് ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഇതെല്ലാം ഒരു മാനേജ്മെൻറ്റിലെ ഫങ്ഷൻസ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും. മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ പ്ലാനിങ്, കൺട്രോളിങ്, സ്റ്റാഫിങ് എക്സെട്ര. അപ്പോൾ അതിലെ ഓർഗനൈസേഷണൽ സ്കിൽസ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്, ഇതും ഒരു ഓൺടർപ്രൂണറിന് ഉണ്ടായിരിക്കണം. ഹീസ് എ സോൾ പേഴ്സൺ റണ്ണിങ് എ ബിസിനസ് അല്ലേ. അവരാണ് എല്ലാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യണതൊക്കെ. അപ്പോൾ എല്ലാവരെയും ഓർഗനൈസ് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ചെയ്യാനും എല്ലാം ഉള്ള കഴിവ് സച്ച് ആൻ ഓൺടർപ്രൂണറിന് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ next one. He is the organizer of the business enterprise. So if it want to be a successful, or organization successful avanengi, we want better administrative skills to make it possible. നെക്സ്റ്റ് വൺ ഇസ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. അതേപോലെ വേറെ വേണ്ടൊന്നാണ് എപ്പോഴും കുറച്ച് അംബീഷ്യസ് ആയിരിക്കണം ഓൺടർപ്രൂണേഴ്സ്. എപ്പോഴും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ അത് അഡോപ്റ്റ് ചെയ്യുക, എൻ്റെ ബിസിനസ്സിൽ അത് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരാളുമായിരിക്കണം ഓൺടർപ്രൂണർ. ഇപ്പം നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഓണറാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്. അപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ് നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഹാവിങ് എ ഗ്രേറ്റ് ബൂം. പടിയെന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ പെട്ടെന്ന് കൂടുമായിരുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ എപ്പോഴും പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ കൊറോണ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പല ഷോപ്സും അടച്ചിടേണ്ടി വന്നു. അവരുടെ സ്റ്റോക്കൊക്കെ ഇരുന്ന് പോകാൻ തുടങ്ങി ഇല്ലേ, കുറേ നാളത്തേക്ക് അങ്ങനെ നിന്നു. അപ്പം ഈ ഓപ്പർച്യൂണിറ്റീസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺടർപ്രൂണിയൽ മൈൻഡുള്ളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ ഹീ വിൽ ഫൈൻഡ് സം അതർ വേ ടു സെൽ ഹിസ് പ്രൊഡക്ട്സ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പല ആൾക്കാരും ഓൺലൈൻ ടെക്സ്റ്റൈൽ ഷോപ്സ് എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഉള്ള ഷോപ്പ് തന്നെ അവരെന്ത് ചെയ്തു, ഓൺലൈനും കൂടെ സെൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും കസ്റ്റമേഴ്സ് വാങ്ങും എന്നൊരു പ്രതീക്ഷയായി. അവിടെ വന്നില്ലെങ്കിലും അവർ വാങ്ങുമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനെയാണ് നമ്മളിവിടെ ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടുപിടിക്കാനും അത് പ്രാക്ടിക്കലാക്കാനും ശ്രമിക്കുന്ന ഒരാളായിരിക്കും സച്ച് ആൻ ഓൺടർപ്രൂണർ. Next one is persistence. That is, an entrepreneur should make the continuous or repeated efforts to overcome the obstacles in the way of achieving the goals. The Japanese proverb, fall 7 times, stand up 8. അപ്പോൾ അത് ആപ്ലിക്കബിൾ ആണ് ഒരു ഓൺടർപ്രണർഷിപ്പിന്. കാര്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒട്ടും സിമ്പിളല്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. നമ്മൾ പലയിടത്തും തോറ്റുപോകും. പക്ഷേ നമ്മൾ പല ഏരിയ, ചിലപ്പോൾ ഫിനാൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ഉണ്ടാവില്ല, പിന്നെ പല പല പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ 7 തവണ വീണ് 8ാമത്തെ തവണ നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റും എന്നതാണ് ഒരു ജാപ്പനീസ് കോട്ട്സിൽ പ്രൊവേർബ് ഉണ്ട്. ഇവിടെ പറഞ്ഞില്ലേ,
fall 7 times and stand up 8 times. അപ്പോൾ അങ്ങനെ പറയുന്ന ആ ഒരു പ്രൊവേർബ് പോലെ തന്നെയാണ് ഒരു ഓൺട്രപ്രനർ വർക്ക് ചെയ്യുന്നത്. വി വിൽ ഫെയിൽ മെനി ടൈംസ്, ഓൺലി ഇഫ് വി ഫെയിൽ ഫോർ മെനി ടൈംസ് വി വിൽ സക്സീഡ് വൺസ് എന്ന കൺസെപ്റ്റിൽ. അതാണ് ഇവിടെ പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പേഴ്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, നിലനിൽപ്പ് ഉണ്ടാവണം, ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, നമ്മൾ ഒരു നാൾ ജയിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഹോപ്പ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആംബീഷ്യസ് ആയിരിക്കണം എന്ന് പറയും. നെക്സ്റ്റ് വൺ സെൽഫ് കോൺഫിഡൻസ്. അതേപോലെ ഉണ്ടാവേണ്ടതാണ് സെൽഫ് കോൺഫിഡൻസ്. എന്നെക്കൊണ്ട് പറ്റും, എന്താ എന്നെക്കൊണ്ട് പറ്റാത്തത് എന്നൊരു ചിന്തയുണ്ടായിരിക്കണം. ഇപ്പോൾ ചില നിങ്ങളുടെ സ്റ്റുഡൻസിൽ തന്നെ ഉണ്ടാവും, നമുക്ക് എക്സാംസ് ഒക്കെ വരുമ്പോൾ എന്നെക്കൊണ്ട് ഇതൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനടക്കം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം ഇതുപോലെ പഠിച്ചിട്ടില്ലേ, പിന്നെ എന്താ എന്നെക്കൊണ്ട് പറ്റാത്തത്. അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഒരു ഓൺട്രപ്രനർ ആണെങ്കിൽ എന്തായാലും ഉണ്ടാവണം. എന്ത് റിസ്ക് വന്നാലും ചിലപ്പോൾ 1-2 തവണ നമ്മൾ തോക്കും, നമുക്ക് പല ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, കോൺഫിഡൻസ് ഉണ്ടാകും ഞാനിതെല്ലാം ജയിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത്. അതിനാണ് ഇവിടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ബട്ട് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാനും പാടില്ല. ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും എനിക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ എങ്ങനെയും ചെയ്യിക്കണം, അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാൻ പാടില്ല. ബട്ട് സെൽഫ് കോൺഫിഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ഓൺട്രപ്രനർഷിപ്പ്. ദ നെക്സ്റ്റ് വൺ ഇസ് എഫിഷ്യൻറ്റ് സൂപ്പർവൈസർ. ഓൺട്രപ്രനർ ഒരു ഓർഗനൈസറാണ്, അഡ്മിനിസ്ട്രേറ്ററാണ്, അതുപോലെ ഒരു സൂപ്പർവൈസറും ആവും ചില സമയത്ത്. നമുക്ക് പല മാനേജേഴ്സ് ഉണ്ടാവും. അപ്പം മാനേജേഴ്സ് എല്ലാം എല്ലാത്തിനുമുള്ള കഴിവുണ്ടാവണമെന്നില്ല. സംടൈംസ് ഇഫ് വി കുഡ് ഹെൽപ്പ് ദം ഇൻ എനി ഓഫ് ദ ആക്ടിവിറ്റീസ് വി ക്യാൻ. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ എഫിഷ്യൻറ്റ് സൂപ്പർവൈസർ. നെക്സ്റ്റ് മോട്ടിവേറ്റർ. ഒരു മോട്ടിവേറ്ററായിട്ട് ആക്ട് ചെയ്യാൻ പറ്റണം ആൻഡ് ഓൺട്രപ്രനർ ഷുഡ്. ദെൻ ദ എംപ്ലോയീസ് വെൽ വിഷർ. അതുപോലെ എംപ്ലോയീസിൻ്റെ വെൽ വിഷറും ആയിരിക്കണം. എംപ്ലോയീസിനെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരിൽ നിന്ന് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന ചിന്ത ഒരിക്കലും ഒരു ഓൺട്രപ്രനറിന് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എംപ്ലോയീസിന് ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ബിക്കോസ് ദേ വോണ്ട് ടു വർക്ക്, അല്ലെങ്കിൽ അവർക്ക് വേറെ വഴിയില്ലെങ്കിൽ മാത്രമേ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. സോ ദ ഓൺട്രപ്രനർ ഷുഡ് ഹാവ് എ well-being or well-wisher of employees. Then ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി അതുപോലെ വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹി ഷുഡ് ബി വെരി ഹാർഡ് വർക്കിംഗ്. എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് അയാളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ എഫക്റ്റീവ് സ്ട്രാറ്റജീസ്. ഓരോ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ. എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് എടുക്കേണ്ടി വരും. ചിലപ്പം പെട്ടെന്നൊരു കണ്ടിജൻസി സിറ്റുവേഷൻ വന്നു, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെയായിരിക്കും എൻ്റെ തീരുമാനം, ഇതെല്ലാം സ്ട്രാറ്റജിക് ഡിസിഷൻ അല്ലെങ്കിൽ ടാക്ടിക്കൽ ഡിസിഷൻസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കണം ഒരു ഓൺട്രപ്രനറിന്. അതുപോലെ ഇമാജിനേറ്റീവ് ആയിരിക്കണം, ഇനീഷ്യേറ്റീവ് ആയിരിക്കണം, എബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു. ഹി ഷുഡ് ബി ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ. ദെൻ വില്ലിംഗ്നെസ് ടു ചേഞ്ച്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരായിരിക്കണം. ട്രഡീഷണൽ രീതികളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാവരുത് ഒരു ഓൺട്രപ്രനർ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റൺ ചെയ്യുന്ന ഒരാൾ എപ്പോഴും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തന്നെ റൺ ചെയ്യത്തില്ല. ടെക്സ്റ്റൈൽ ഷോപ്പ് ഓൺലൈനിലേക്ക് മാറാതിരിക്കത്തില്ല. ഒരു ഓൺട്രപ്രനർ ആണെങ്കിൽ പുതിയ പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഓർഗനൈസേഷനിൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കുറച്ചുകൂടെ സെയിൽസ് കൂട്ടാം എന്ന് ചിന്തിച്ച് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാണ് ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എല്ലാവരും സെൽ ചെയ്യുന്നത്. അപ്പം ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ടായിരിക്കണം, എപ്പോഴും വില്ലിങ്നെസ് ആയിരിക്കണം. റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ടാവരുത്, വില്ലിങ് ആയിരിക്കണം എന്ത് ചേഞ്ചസിനും. So these are the major characteristics or the traits of a entrepreneur. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് what is meant by knowledge, skill and motive. The 3 major motives അല്ലെങ്കിൽ traits ആണ് പറഞ്ഞത്. knowledge, skill, motives. അതുപോലെയുള്ള major other traits are the mental ability, clear objectives, guarding of business secrets, capacity to interact with people, effective communication, ability to mobilize resources, technical knowledge, risk-bearing capacity, organizational administrative capacity, looking for opportunities, persistence, self-confidence, efficient supervisor, motivation, employees well-wisher, hardworking mentality, effective strategist, imagination and initiative, ability to organize and administer, willingness to change, etc. So, I think that with this we can end today's class. നമ്മുടെ ക്ലാസ് ട്രേഡ്സ് ഓഫ് ഓൺട്രപ്രനർ വെച്ച് ഇന്ന് തൽക്കാലം എൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.